നമസ്കാരം. RSS അഖില ഭാരതീയ സമന്വയ ബൈഠക്കിന് പാലക്കാട് തുടക്കമായിരിക്കുകയാണ്. ഇന്നു മുതൽ സെപ്റ്റംബർ 2 വരെ പാലക്കാട് അഹല്യ ക്യാമ്പസിലാണ് RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് നടക്കുന്നത്. RSS ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സാമൂഹ്യ പരിവർത്തനത്തിനായി ശ്രമിക്കുന്ന 32 വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നു. അതേസമയം 2025 RSS രൂപവൽക്കരിച്ചിട്ട് 100 വർഷം തികയുകയാണ്. സംഘ ചുമതലയുള്ള 90 പ്രതിനിധികളും മറ്റ് സംഘടനകളുടെ ദേശീയ അധ്യക്ഷൻ, ദേശീയ സംഘടന ജനറൽ സെക്രട്ടറിമാരായ 230 പ്രതിനിധികളുമാണ് യോഗത്തിനെത്തുന്നത്. എന്നാൽ എല്ലാ വർഷവുമുള്ള അഖില ഭാരതീയ സമന്വയ ബൈഠക് ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. സർസംഘ ചാലക് മോഹൻ ഭാഗവത്, സർകാര്യവാഹ് ദത്താത്രേയ ഹൊസബാളെ, സഹസർകാര്യവാഹകന്മാരായ ഡോക്ടർ കൃഷ്ണഗോപാൽ, CR മുകുന്ദ, അരുൺകുമാർ, അലോക് കുമാർ, രാംദത്ത് ചക്രധർ, അതുൽ ലിമയെ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. RSS ആശയത്തിൽ നിന്ന് പ്രേരണയുൾക്കൊണ്ട് ജനാധിപത്യ മാർഗത്തിലൂടെ സാമൂഹ്യ പരിഷ്കരണത്തിനായി ഓരോ സംഘടനയും വ്യത്യസ്ത വിഭാഗങ്ങളെയും മേഖലകളെയും കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ സംഘടനകളുടെ പ്രവർത്തനാനുഭവവും സംഘടനാ റിപ്പോർട്ടും യോഗത്തിൽ ചർച്ചയാകും. വ്യത്യസ്ത രംഗങ്ങളിലെ പ്രവർത്തനങ്ങളിൽ ഇവർക്കുണ്ടായ അനുഭവങ്ങൾ, പ്രശ്നങ്ങൾ, നേട്ടങ്ങൾ, വിലയിരുത്തലുകൾ എന്നിവ യോഗത്തിലും ചർച്ചയാകും. കൂടാതെ ദേശീയ പ്രാധാന്യമുള്ള മറ്റു പല വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയാകും. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയും ദേശസുരക്ഷയെ ബാധിക്കുന്ന ആഭ്യന്തര വിഷയങ്ങളും, അതിർത്തിയിലൂടെയുള്ള പലായനം, നുഴഞ്ഞുകയറ്റം തുടങ്ങിയ പ്രശ്നങ്ങളും ചർച്ചയാകും. കൂടാതെ മണിപ്പൂരടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങളും 3 ദിവസത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. അതേസമയം 2025 വിജയദശമി മുതൽ 2026 വിജയദശമി വരെയാണ് RSSന്റെ ശതാബ്ദി വർഷം. ഇതിന്റെ ഭാഗമായി സാമൂഹ്യ ജീവിതത്തിൽ വലിയ പരിവർത്തനമാണ് ലക്ഷ്യമിടുന്നത്. ശതാബ്ദി വർഷത്തിൽ രാജ്യത്തെയും സാമൂഹ്യ ജീവിതത്തെയും ശക്തമാക്കാനുതകുന്ന 5 കർമ്മ പരിപാടിക്ക് രൂപം നൽകുമെന്ന് അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംബേദ്കർ പറഞ്ഞു. പ്രധാനമായും 5 മേഖലകളെ കേന്ദ്രീകരിച്ചാണ് പരിവർത്തന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഒന്നാമത്തേത് സാമൂഹ്യ സമരസത. സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളും സംഘടനകളും വ്യക്തികളും തമ്മിലുള്ള അകലം കുറയ്ക്കുകയും അടുപ്പം വർദ്ധിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സാമൂഹ്യ ജീവിതത്തിൽ പരസ്പര സഹകരണം, വിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കണം. രണ്ടാമത്തേത് കുടുംബ ശാക്തീകരണമാണ്. സാമൂഹ്യ ജീവിതത്തിന്റെയും രാഷ്ട്ര ജീവിതത്തിന്റെയും അടിത്തറ ശക്തമാക്കുന്ന തരത്തിൽ കുടുംബങ്ങളെ ധാർമ്മികമായി ശാക്തീകരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുക. മൂന്നാമത്തേത് പരിസ്ഥിതി ബോധവൽക്കരണം. പ്രകൃതിക്കും പരിസ്ഥിതിക്കും അനുയോജ്യമായി ജീവിതശൈലി തിരഞ്ഞെടുക്കുന്നതിന് സമൂഹത്തെ പ്രേരിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നാലാമത്തേത് സ്വാശ്രയത്വം. സ്വാതന്ത്ര്യം നേടി 75 വർഷം പിന്നിടുമ്പോഴും പല കാര്യങ്ങൾക്കും രാജ്യം മറ്റുള്ളവരെ ആശ്രയിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനു പകരം എല്ലാ രംഗങ്ങളിലും സ്വാശ്രയത്വം കൈവരിക്കുന്ന സമൂഹവും രാജ്യവുമാകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അഞ്ചാമത്തേത് പൗരധർമ്മം. സാമൂഹ്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും പൗരധർമ്മം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അടിസ്ഥാന അവകാശങ്ങളെ പോലെ തന്നെ എല്ലാവർക്കും അടിസ്ഥാന കടമകളുണ്ടെന്ന് ഓർമ്മിക്കണം. രാഷ്ട്ര ജീവിതത്തെ ശക്തമാക്കാൻ മൗലികാവകാശങ്ങളെ പോലെ പൗരന്മാരുടെ കടമകളും പ്രധാനമാണ്. ഈ 5 രംഗങ്ങളിലും രാജ്യവ്യാപകമായി വലിയ പരിവർത്തന ശ്രമങ്ങളാണ് സംഘം ശതാബ്ദി വർഷത്തിൽ ലക്ഷ്യമിടുന്നത്. വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും സംഘത്തിന്റെ ഇതേ ലക്ഷ്യത്തിന് അനുസൃതമായ പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതായിരിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.